ബഫർ സോൺ പ്രതിഷേധ സ്വരത്തിന് അഭിനന്ദനങ്ങൾ. കേരള കോൺഗ്രസുകാർ ഇടപെടുമോ? ക്രിസ്തുമസ് ദിനത്തിലെ NSS ക്യാമ്പ് മാറ്റിവെപ്പിക്കാൻ. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട ജനവാസ മേഖലാ റിപ്പോർട്ടിൽ കൃത്യത വേണമെന്നതിനാൽ നേരിട്ടുള്ള സർവേ നടത്തി ജനങ്ങളുടെ ആശങ്ക നീക്കണമെന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അവ്യക്തത എത്രയും പെട്ടെന്ന് നീക്കണമെന്നും മുഖ്യമന്ത്രിയെ കണ്ട് കേരള കോൺഗ്രസ് ചെയർമാനും രാജ്യസഭാംഗവുമായ ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത ക്രൈസ്തവ സമൂഹം സ്വാഗതം ചെയ്യുന്നു. ആ വാർത്ത ബഫർ സോണുമായി ബന്ധപ്പെട്ട് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നവർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയെയും കണ്ട് ജോസ് കെ മാണി കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് വിവരം. എന്തായാലും ബഫർ സോൺ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകളും പ്രതിഷേധവും കേരള സർക്കാരിനെ അറിയിച്ച കേരള കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ. ബഫർ സോൺ വിഷയത്തിൽ കേരള സർക്കാരിൽ നിന്നും അനുഭാവപൂർണമായ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്ന പദ്ധതി പ്രദേശത്തെ ജനങ്ങളെ ആകെ തകർത്ത് കളയുന്ന വിധത്തിലായിരുന്നു സർക്കാർ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചതും അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയതും മലയോര മേഖലകളിലെ ക്രൈസ്തവ സമൂഹമായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ അമ്പയെ സമ്മർദ്ദത്തിലാക്കുന്ന തരം നടപടികൾക്കെതിരെ സംസാരിക്കാൻ സഭാ നേതൃത്വമല്ലാതെ അവരുടെ വോട്ട് വാങ്ങി ജയിച്ചവരാരും തന്നെ മുമ്പോട്ട് വരാത്ത ഒരു സാഹചര്യമാണ് കുറേ കാലമായി കേരളത്തിൽ നിലനിൽക്കുന്നത്. എക്കാലത്തും ക്രൈസ്തവ വിഭാഗത്തിനൊപ്പം നിന്നിട്ടുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇക്കാര്യങ്ങളിൽ പുലർത്തിയിരുന്ന നിസ്സംഗത വെടിഞ്ഞ് ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. ബഫർ സോൺ വിഷയത്തിൽ കർഷകർക്കൊപ്പം നിലനിന്ന് ഇനിയെങ്കിലും പ്രതിഷേധങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ തങ്ങളുടെ അടിത്തറ തന്നെ തകർന്നു പോകുമെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബഫർ സോൺ വിഷയത്തിൽ ബാധിക്കുന്ന വീടുകൾ, കൃഷിയിടം, സ്ഥലം, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, ജനസംഖ്യ എന്നിവയിലെല്ലാം വ്യക്തമായ കണക്കുകൾ ശേഖരിക്കണമെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരുന്നു. പരിസ്ഥിതി ലോല മേഖലയിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സഭാ നേതൃത്വം കഴിഞ്ഞ കുറേ കാലമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇതും. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അവഗണനാപരമായ സമീപനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലത്തീൻ സഭാ നേതൃത്വം കൊടുത്ത വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തോട് പിണറായി സർക്കാർ കാണിച്ച കടുത്ത അവഗണന. എക്കാലത്തും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വികസനത്തിനൊപ്പം നിന്നിട്ടുള്ള തീരദേശ ജനതയെ രാജ്യദ്രോഹികളെന്നും തീവ്രവാദികളെന്നും വിളിച്ച് ആക്ഷേപിക്കുകയായിരുന്നു കേരള സർക്കാർ. അവർ തീർത്തും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരത്തെ ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പിണറായി സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു. മാത്രമല്ല, ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ബിഷപ്പുമാർക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്തതിനെതിരെ ജോസ് കെ മാണി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ തങ്ങളെ ബാധിക്കുന്ന നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും ചില സമുദായങ്ങൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ സാധിക്കുന്ന പിണറായി ഭരണത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഒരു പ്രതിഷേധ പ്രസ്താവനയ്ക്കപ്പുറം ഒന്നും ഉണ്ടായില്ല എന്ന ആരോപണവും ആ സമയത്ത് ശക്തമായി ഉയർന്നിരുന്നു. കുറെ കൂടി ശക്തമായ ഒരു ഇടപെടൽ ക്രൈസ്തവ സമൂഹം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ വിഴിഞ്ഞം സമരത്തിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ കുറെ കൂടി മാന്യമായ ഒരു പരിഹാരം സംഭവിക്കുമായിരുന്നു. അതിനിടയിലാണ് ഗവർണർ ഒരുക്കിയ ക്രിസ്തുമസ് വിരുന്ന് ബഹിഷ്കരിച്ച പിണറായി സർക്കാർ ക്രൈസ്തവ സമൂഹത്തെ ഒരിക്കൽ കൂടി അവഹേളിച്ചത്. ഇങ്ങനെ തുടർച്ചയായി ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്ന ഭൗതികവാദികളുടെ പാളയത്തിൽ എത്ര നാൾ തുടരാനാകും? പിണറായി സർക്കാരിൻ്റെ ക്രൈസ്തവ അവഹേളനത്തിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾ നടക്കുന്ന ക്രിസ്മസ് ദിനങ്ങളിൽ സംഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ ദശദിന ക്യാമ്പ്. അതുവഴി ക്രൈസ്തവ വിഭാഗത്തെ വീണ്ടും അവഗണിച്ച് അവഹേളിക്കാൻ ഒരുമ്പെടുന്ന പിണറായി സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ ഗവൺമെൻറ്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ക്രിസ്തുമസ് ദിനത്തിലെ NSS ക്യാമ്പ് മാറ്റിവെപ്പിക്കാൻ വേണ്ട നടപടികൾ ഭരണകക്ഷിയായ കേരള കോൺഗ്രസിൽ നിന്ന് ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കേവലം ഒരു പ്രസ്താവനയ്ക്കപ്പുറത്ത് സർക്കാർ തീരുമാനത്തെ മാറ്റിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള നടപടികളാണ് ആവശ്യം. കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവസരത്തിനൊത്തുയർന്ന് ഈ വിഷയത്തിലും
ക്രൈസ്തവ സമൂഹത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുപ്പിക്കാൻ ജോസ് കെ മാണിയും ആന്റണി രാജുവും അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ക്രൈസ്തവർ.